നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്ത് സാധാരണ നമ്മൾ ഓരോ വർഷവും ന്യൂ ഇയർ വരുമ്പോൾ ഹാപ്പി ന്യൂ ഇയർ എന്നാണ് പറയുന്നത്, അല്ലേ? മറ്റൊരാളോട് നമ്മൾ പുതുവർഷം ആശംസിക്കുമ്പോൾ ഹാപ്പി ന്യൂ ഇയർ, ഒരാളും തന്നെ സാഡ് ന്യൂ ഇയർ എന്ന് പറയാറില്ല. അപ്പൊ ഈ ഹാപ്പി എന്നുള്ള വാക്കിന് വല്ലാത്തൊരു പ്രസക്തി ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിന് മനസ്സിലാക്കിക്കൂടെ? സന്തോഷം, സമാധാനം, ഐശ്വര്യം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ സംഗതികൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഈ നമ്മൾ ആശംസിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഹാപ്പി ന്യൂ ഇയർ എന്ന് ആശംസിക്കുന്നുണ്ടെങ്കിലും ഈ സന്തോഷം നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ കുറഞ്ഞ ആളുകൾക്കാണ് സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് പണയം വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമ്മൾ ജീവിക്കേണ്ടി വരുന്നതെന്ന് ആരെങ്കിലും ചിന്തിക്കലുണ്ടോ? ശരിക്കും ഇങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കാനാണോ അല്ലെങ്കിൽ ദുഃഖത്തോടു കൂടി ജീവിക്കാനാണോ നമുക്ക് ഈ അനുഗ്രഹീത ജന്മം നൽകിയത് എന്ന് എപ്പോഴെങ്കിലും ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ഈ മനസ്സിന്റെ ഈ ദുഃഖം, സന്തോഷം എന്നീ രണ്ട് വികാരങ്ങൾക്ക് എന്താണ് നമ്മുടെ ലൈഫിൽ നേടിത്തരാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് സന്തോഷത്തിന് ഇത്രയും പ്രാധാന്യം നൽകപ്പെട്ടത്? ഈ സന്തോഷം നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇതൊക്കെ ശരിക്കും നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരുപാട് ചോദ്യങ്ങളാണ്. നമ്മളിങ്ങനെ നേരം വെളുക്കും രാത്രിയാവും ഇങ്ങനെ ഒരു ലക്ഷ്യമില്ലാതെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങളൊന്നും നമുക്ക് ചോദിക്കാൻ കഴിയാത്തത്. കൂടാതെ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ നിസ്സാര പ്രശ്നങ്ങൾക്ക് വരെ നമ്മൾ ഡൗൺ ആയി ദുഃഖിച്ച് നിരാശയോട് കൂടി ഒരു ശുഭപ്രതീക്ഷയില്ലാതെ ജീവിതത്തെ കാണുന്ന ഒരവസ്ഥയാണ് അധിക വ്യക്തികളുടെയും ജീവിതം കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ശരിക്കും മനസ്സുകൊണ്ട് പ്രതിജ്ഞ എടുക്കാൻ കഴിയണം. എന്താ കഴിയേണ്ടത്? ഈ വർഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഇനി പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി ഒരു ദുഃഖമുള്ള, ഒരു നിരാശയുള്ള ഒരു സംഗതിക്കും ഞാൻ ചിന്ത കൊടുക്കൂല. ഇതിനോടൊക്കെ ഇത്തരം സംഭവങ്ങൾക്ക്, അതായത് സന്തോഷമായിരിക്കണം. ഇപ്പം ഇസ്ലാമിക കൾച്ചർ പ്രകാരം പരസ്പരം കണ്ടുമുട്ടുമ്പോൾ നിനക്ക് സലാം പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ശരിക്ക് നമ്മുടെ സഹോദരന് വേണ്ടി നന്മ, അതായത് സമാധാനം, സന്തോഷം ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയൊക്കെ ചെയ്യുന്നത്. അത്രയും പ്രാധാന്യം ഈ വിഷയത്തിന് ഉള്ളത് കൊണ്ടാണ്. അതുപോലെ ഇതര മതസ്ഥരും ഗുഡ് മോർണിംഗ് ഇങ്ങനെ പറയുമ്പോൾ നല്ലതാണ് അവർക്ക് ആശംസിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നമുക്കൊന്നും തന്നെ ഈ സന്തോഷം നിലനിർത്താൻ സാധിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ കാരണം രോഗങ്ങളെ തൊട്ട് ചിന്തിച്ചിട്ടും പല സംഗതികൾ കൊണ്ട് ഈ സന്തോഷം എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ, അടിയറ വെച്ച് പോയൊരു അവസ്ഥയിലാണ് നമ്മൾ ഇന്ന് ഒരു 70-80% ആളുകളും ജീവിക്കുന്നത്. എന്നിട്ട് ഒരു 30 വയസ്സ്, 40 വയസ്സ്, 50, 60 ഒക്കെ കഴിഞ്ഞ് 70, 75 ആവുമ്പോൾ വീട്, ആശുപത്രി, ആശുപത്രി, വീട്, ഇങ്ങനെ. ശരിക്കും നമ്മുടെ ഉള്ളിൽ ഈ സന്തോഷം നമുക്ക് ചെറുപ്പകാലം മുതൽക്ക് അല്ലെങ്കിൽ 30 വയസ്സ് മുതൽക്ക് ഏത് ഏജാണോ നമുക്ക് ബോധം വരുന്ന് നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത്, ആ സമയം മുതൽക്ക് നമുക്ക് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചാൽ, നമ്മുടെ ഉള്ളിൽ ഈ സന്തോഷം നിലനിർത്താൻ, ഇത് എൻ്റെ ഒരു അവകാശമാണ്, എൻ്റെ സന്തോഷം ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല, സന്തോഷത്തോടു കൂടി ജീവിക്കാനാണ് എന്നെ സൃഷ്ടാവ് ഈ ഭൂമിയിലേക്ക് വിട്ടത്, ഈ പ്രകൃതിയിലെല്ലാം സൃഷ്ടാവ് ഒരുക്കിയതിന് ശേഷമാണ് നമ്മളെ ഇങ്ങോട്ട് വിടുന്നത്. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഈ സന്തോഷം ഉള്ളിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ല? എത്രയോ വർഷങ്ങളും മാസങ്ങളും ഒക്കെ നമ്മുടെ ലൈഫിൽ, ജീവിതത്തിൽ കഴിഞ്ഞുപോയി. പക്ഷെ ആത്മാർത്ഥമായി സന്തോഷിക്കാനുള്ള സന്ദർഭങ്ങളും അവസരങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ സന്തോഷ നിമിഷങ്ങളും ദുഃഖത്തോടു കൂടിയല്ലേ നമ്മൾ തരണം ചെയ്തത്, നമ്മൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് ശരിക്കും നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് നമ്മൾ ചിന്ത കൊടുക്കുകയാണെങ്കിൽ എത്രമാത്രം തെറ്റാണ് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ചിന്തിക്കും,
എന്താ ചിന്തിക്കല്? മറ്റുള്ളവർ ശരിയില്ലാത്തത് കൊണ്ടാണ്, മറ്റുള്ളവർ എന്നോട് നന്നായി പെരുമാറാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ദുഃഖിക്കേണ്ടി വരുന്നത്. എല്ലാവരും ശരിയാവട്ടെ, എന്നിട്ട് വേണം എനിക്ക് സന്തോഷിക്കാൻ. ഇങ്ങനെ ഒരു ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് കിട്ടുമോ? ഒന്ന് ചിന്തിച്ചു നോക്കി ഓരോരുത്തരും. എല്ലാവരും ശരിയായിട്ട് നമ്മൾ സന്തോഷം കണ്ടെത്താൻ കഴിയും? അതൊരിക്കലും കഴിയൂല. ഈ പ്രശ്നങ്ങളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും ഒക്കെ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ, മറ്റുള്ളവർ നമ്മളോട് മോശമായി പെരുമാറുമ്പോൾ അപ്പോഴാണ് ശരിക്കും നമ്മൾ സന്തോഷം നിലനിർത്തേണ്ടത്. അപ്പൊ ഇങ്ങനെ ഓല മുന്നിൽ ഇങ്ങനെ ദുഃഖിച്ചും കഷ്ടപ്പെട്ടും പ്രയാസം സഹിച്ചും ഇങ്ങനെ ജീവിക്കുന്നത് കാണുമ്പം അവർ കൂടുതൽ സന്തോഷിക്കല്ലേ ചെയ്യുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ശരിക്കും. എന്നിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചിട്ട് നമ്മൾ സ്വയം തകരുക. നമ്മൾ ശരിക്കിന് ആഗ്രഹിക്കുന്നത് സന്തോഷവും സമാധാനവും ഐശ്വര്യവുമാണ്. ഒരാളും ദുഃഖവും ദുരിതവും കഷ്ടപ്പാടും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് മൊത്തം രോഗങ്ങൾ കൊണ്ടായിട്ടും സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ടായിട്ടും അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് വേദനിക്കുന്ന, കഷ്ടപ്പെടുന്ന, സങ്കടപ്പെടുന്ന, അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറമെ മറ്റുള്ളവർ നമ്മളോട് മോശമായി പെരുമാറുന്ന, നമുക്ക് പാര വെക്കുന്ന, നമ്മൾ എത്ര നല്ലത് ചെയ്താലും അതൊന്നും കാണാതെ നമ്മളെ കുറ്റങ്ങൾ മാത്രം കണ്ടുകൊണ്ട് ആളുകൾക്കിടയിൽ പരിഹസിച്ചുകൊണ്ട് മോശമായി പെരുമാറുന്ന ഒരു അവസ്ഥ. അപ്പൊ നമ്മളാണ് ഈ സന്ദർഭങ്ങളിലൊക്കെ ഒരു തീരുമാനം എടുക്കേണ്ടത്. കാരണം നമ്മുടെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കേണ്ട, സന്തോഷത്തോടു കൂടി ഓരോ നിമിഷത്തെയും അറിഞ്ഞുകൊണ്ട് ജീവിക്കേണ്ട ഈ ജീവിതമാണ് നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി പണയപ്പെടുത്തിയിട്ട് സന്തോഷമില്ലാതെ ദുഃഖത്തോടെ ഒരുപാട് രോഗങ്ങളായിട്ടും സാമ്പത്തിക പ്രയാസമായിട്ടും ഒക്കെ നമ്മുടെ ജീവിതത്തെ തകർക്കുന്നത്. എന്നിട്ടോ നമ്മൾ ഇങ്ങനെ തകരുന്നത് കാണുമ്പോൾ ചിരിക്കാൻ നമ്മുടെ ചുറ്റിലും ഒരുപാട് ആളുകൾ ഉണ്ടാവും. എന്നിട്ട് ഒരഭിപ്രായം പറയാണ്ടാവും. അന്നേ നിങ്ങളോട് പറഞ്ഞില്ലേ അത് ചെയ്യണ്ട, അല്ലെ ഇന്നേ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഇത് ചെയ്യണ്ട. ഇങ്ങനെ നമ്മുടെ ചുറ്റിലും എല്ലാത്തിനും കുറ്റപ്പെടുത്തി അഭിപ്രായം പറയാൻ, കളിയാക്കിക്കൊണ്ട് അഭിപ്രായങ്ങൾ പറയാൻ ഒരുപാട് പേരുണ്ടാവും. ശ്രദ്ധിച്ചു നോക്കണ്ട് ഞാൻ പറയുന്ന ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോന്ന്. അപ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെ ജീവിക്കണം, അതാണ് നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത്. എൻ്റെ ജീവിതം അത് എങ്ങനെയാവണം? മറ്റുള്ളവർക്കും വേണ്ടി ദുഃഖിച്ചും കഷ്ടപ്പെട്ടും മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുമാണോ ഞാൻ ജീവിക്കേണ്ടത്, അല്ലെ എന്നെ സന്തോഷിപ്പിച്ചിട്ടാണോ ഞാൻ ജീവിക്കേണ്ടത്? ഈ സന്തോഷത്തിന് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണല്ലോ നമ്മളെല്ലാവരും ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നത്. ഒരാളും സാഡ് ന്യൂ ഇയർ എന്ന് പറയുന്നില്ല. അത് എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പൊ നമുക്ക് മറ്റുള്ളവരോട് ഉള്ളിൽ വെറുപ്പുണ്ടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിലും പറയുമ്പോൾ നമ്മൾ നീ നശിക്കട്ടെ എന്നായിരിക്കും ചിലപ്പോൾ മനസ്സിലുണ്ടാവല്. എന്നാലും പുറത്തേക്ക് പറയുമ്പോൾ ഹാപ്പി ന്യൂ ഇയർ എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ ഹാപ്പി ആവുക, നമ്മളെ സന്തോഷം നമ്മൾ കണ്ടെത്തുക, അത് നമ്മുടെ അവകാശമാണ്. നമ്മൾ ചിരിച്ചുകൊണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ ചിരിയുണ്ടെങ്കിലേ നമുക്ക് പുറത്ത് ചിരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ചിരിക്കുക എന്നുള്ളത്, നമ്മളെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവുക എന്നുള്ളത്, സമാധാനം ഉണ്ടാവുക എന്നുള്ളത്, ഐശ്വര്യം ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ മാത്രം അവകാശമാണ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനെ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ജനങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം പൊതുവെ എല്ലാവരും പറയുന്ന ഒരു സംഗതിയാണ് പരസ്പരം അസൂയയും വിദ്വേഷവും ഒക്കെയാണ് സമൂഹത്തിൽ ഉള്ളത് എന്നുള്ളത്. കാരണം ഞാൻ സന്തോഷിക്കുന്നത് മറ്റുള്ളവർക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ചുറ്റുപാടിൽ നമ്മൾ ആർക്കും നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കരുത്. നമ്മൾ ആത്മാർത്ഥമായി സന്തോഷിക്കാൻ നമുക്ക് സാധിക്കണം. ഈ സാധിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങളും ദുഃഖങ്ങളും നിരാശകളും ഒക്കെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് പോക്കി, ഇനി അതിനൊന്നും എൻ്റെ മനസ്സിൽ സ്ഥാനമില്ല, ഇനി എന്നെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, എൻ്റെ സന്തോഷമാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്, ഇനി എൻ്റെ ജീവിതത്തിൽ ഈ നാളെ മുതൽക്ക് അല്ലെങ്കിൽ ഏത് നിമിഷമാണോ നിങ്ങൾ സന്തോഷമാണ് എൻ്റെ മനസ്സിൻ്റെ സ്ഥായിയായ ഭാവം എന്ന്
എൻ്റെ മനസ്സിന്റെ സ്ഥായിയായ ഭാവം സന്തോഷമാവണമെന്ന് ഏത് നിമിഷത്തിലാണോ നിങ്ങൾ തീരുമാനിക്കുന്നത്, അത് മുതൽക്ക് ആ തീരുമാനിക്കുന്ന സന്ദർഭത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുത്താനുണ്ടാവും. അത് തീരുമാനിച്ചതിന് ശേഷം നമ്മളെ ചുറ്റിലുമുള്ളവർ അവരുടെ സാധാരണ സ്വഭാവം തന്നെ നമ്മളോട് പെരുമാറുമ്പോഴും എപ്പോഴും ഉണ്ടാവുള്ളൂ. ആര് എങ്ങനെ പെരുമാറിയാലും എനിക്ക് ഇനി ഒരു പ്രശ്നവുമില്ല, ഞാൻ എൻ്റെ സന്തോഷത്തെ ഞാൻ ഇനി നഷ്ടപ്പെടുത്തൂല. ഓരോരുത്തർക്കും കിട്ടിയ കൾച്ചറിനനുസരിച്ച് അവർക്ക് പെരുമാറാൻ കഴിയും. ആ കൾച്ചറിനനുസരിച്ച് അവർ പെരുമാറുകയുള്ളൂ. ഞാൻ എത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല, അല്ലെ എത്ര തിന്മ ചെയ്തിട്ടും കാര്യമില്ല. അവർക്ക് കിട്ടിയ സംസ്കാരത്തിനനുസരിച്ച്, അവർക്ക് കിട്ടിയ നോളജിനനുസരിച്ച്, അവർ ഏത് രൂപത്തിലാണോ അവരുടെ സ്വഭാവം ബിൽഡപ്പ് ചെയ്തത്, അതിനനുസരിച്ച് അവർ എന്നോട് പെരുമാറുള്ളൂ. അതിനൊക്കെ ഞാൻ ദുഃഖിക്കാൻ നിന്നാൽ, അതിനൊക്കെ ഞാൻ എൻ്റെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തിയാൽ എനിക്കാണ് അതിൻ്റെ ദോഷം. ഒരാളും തന്നെ എനിക്ക് സന്തോഷം കൊണ്ടുവന്ന് തരാനുണ്ടാവില്ല. ഇതിലൂടെ ഞാൻ രോഗിയാവും. ഇതിലൂടെ എനിക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത്, അതായത് മനസ്സിൻ്റെ ആ സ്ഥായിയായ ഭാവം എന്താണോ അതിനനുസരിച്ചാണ് പിന്നെ നമ്മുടെ ലൈഫ് ഉണ്ടാവല്. അപ്പോൾ ഇതിലൂടെ എന്നിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സിന് ഞാൻ സന്തോഷം നിർബന്ധമായും ഉണ്ടാക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, എന്ന സത്യം നമ്മൾ അംഗീകരിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ സാവകാശം മാറ്റം ഉണ്ടായി തുടങ്ങും. ഇപ്പം നമ്മുടെ സമൂഹത്തിലുള്ള ഒരുപാട് വ്യക്തികളുടെ ജീവിതം, ഒരുപാട് കുടുംബങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ, ഞാൻ കുറച്ച് വർഷമായി ഈ വിഷയം നന്നായി പഠിച്ച് മുന്നോട്ട് പോകുന്നു. കാരണം എൻ്റെയൊക്കെ 40 വയസ്സ് വരെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ, രോഗങ്ങളിലൂടെ, സാമ്പത്തിക പ്രയാസങ്ങളിലൂടെ, കഷ്ടപ്പാടിലൂടെ, പലരും കളിയാക്കാനും കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും ഒക്കെയുള്ള ഒരു സാഹചര്യം. എവിടെയോ എന്നോ എനിക്ക് ഇതുപോലൊരു തിരിച്ചറിവ് കിട്ടി. നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം, എൻ്റെ ഉള്ളിലുള്ള സന്തോഷം ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല. അത് എൻ്റെ അവകാശമാണ്. എനിക്ക് എൻ്റെ റബ്ബ് ഈ എനർജി തന്നിട്ടുണ്ടെങ്കിൽ, ഈ അനുഗ്രഹീത ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ എനിക്ക് ജീവിക്കുവാനുള്ള അവസരം തന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ സന്തോഷം നിലനിർത്തുക എന്നുള്ളത് എൻ്റെ ഒരു അവകാശമാണ് എന്നുള്ള ആ ഒരു ചിന്തയും ആ ഒരു തീരുമാനമെടുക്കലുമാണ് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറം മാറ്റങ്ങൾ ഉണ്ടായത്. ഇതുപോലെ നിങ്ങൾക്കും തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം സന്തോഷത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ മനസ്സിലേക്ക് ഈ ആശയം പോയതിനു ശേഷം നമുക്ക് ശരിയാണ്, ഇതിലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ഇങ്ങനെ പലർക്കും, എൻ്റെ ഫാമിലിയിൽ എൻ്റെ ഭർത്താവിനും ഭാര്യക്കും അല്ലെ എൻ്റെ മക്കൾക്കുമൊക്കെ ഇങ്ങനെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാവുന്നത് എൻ്റെ മനസ്സിൻ്റെ സ്ഥായിയായ ഭാവം സന്തോഷം അല്ല, ദുഃഖമാണ് എൻ്റെ മനസ്സിൻ്റെ സ്ഥായിയായ ഭാവം. അതുകൊണ്ടാണ് എൻ്റെ ലൈഫിലേക്ക് ഇതൊക്കെ ആകർഷിക്കപ്പെടുന്നത്, ഈ രൂപത്തിൽ ഞാൻ ആവുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സന്തോഷത്തിനെ പ്രാധാന്യം കൊടുക്കുള്ളൂ. പിന്നെ നമുക്ക് ദുഃഖിക്കാൻ കഴിയൂല. കാരണം അത്രയും വലിയ റിസൾട്ടാണ് ഈ ദുഃഖം എന്നുള്ളതിന് നമ്മുടെ ലൈഫിൽ വരുന്നത്. എത്രയോ വ്യക്തികൾ സ്വന്തത്തോട് പലപ്പോഴും ചോദിക്കലുണ്ട്, എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? എന്തിനാണ് എനിക്ക് ഇത്രയേറെ പരീക്ഷണങ്ങൾ ലഭിക്കുന്നത്? എത്ര നന്മകൾ ഞാൻ ചെയ്തിട്ടുണ്ട്? എന്ത് ചെയ്തിട്ടും, ആർക്കൊക്കെ എന്തൊക്കെ ഞാൻ ഉപകാരങ്ങൾ ചെയ്തിട്ടും എനിക്ക് ഇതുവരെ ഒരു സമാധാനത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെയൊക്കെ സ്വന്തത്തോട് പരിതപിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ ഇവർക്കൊന്നും ഒരു റിയാലിറ്റി, അതായത് യാഥാർത്ഥ്യം ഇല്ലാത്തത്, ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ടാണ്. കാരണം ഇത്തരം അറിവുകൾ നമുക്ക് ആരും പറഞ്ഞു തരുന്നില്ല. എല്ലാവരും അമ്പലത്തിൽ പോകണം, പള്ളിയിൽ പോകണം, ചർച്ചിൽ പോകണം, അതൊക്കെ വേണം, വേണ്ടെന്നല്ല. അതിലപ്പുറം നമ്മുടെ ചിന്തകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ള ഒരു ഘടകം നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. ഭഗവത്ഗീതയിലും ഖുർആനിലും ബൈബിളിലുമൊക്കെ
ഒരുപാട് സ്ഥലത്ത് മഹാന്മാരുമെല്ലാം നമ്മളോട് ആവർത്തിച്ച് പറയുന്നതാണ് ചിന്തകൾ. അത് ശ്രദ്ധിക്കണം. എന്താണോ നിനക്ക് നിന്റെ ലൈഫിൽ വേണ്ടത് അത് നിന്റെ ചിന്തകൾ ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് നേടുവാൻ സാധിക്കും. അതിനാണ് നമുക്ക് ചിന്തകൾ തന്നത്. എന്നിട്ട് ഉറങ്ങുന്ന സമയത്തും ഉണർച്ചയിലും എപ്പോഴും മറ്റുള്ളവർ ചെയ്തതും പറഞ്ഞതുമായിട്ടുള്ള വേണ്ടാത്തത് കൊണ്ടു നടന്ന് ജീവിതത്തിൽ ഇങ്ങനെ ദുരന്തങ്ങൾ, ദുരിതങ്ങൾ മക്കളാലെയും അല്ലെ കല്യാണം കഴിഞ്ഞ മക്കളാലെയും അല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസമായിക്കൊണ്ടും അല്ലെ രോഗങ്ങളായിക്കൊണ്ടും ഇങ്ങനെ ഇതൊന്നുമല്ലെങ്കിൽ ചിലപ്പോൾ ആക്സിഡന്റ് ആയിരിക്കും. ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ ഓരോരുത്തരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇതിനെല്ലാം മാറ്റം വരും. നമുക്ക് നമ്മുടെ ഉള്ളിൽ തീരുമാനമെടുക്കാൻ കഴിയണം. എൻ്റെ ജീവിതം അതെൻ്റെ അവകാശമാണ്. എൻ്റെ പാരൻസ് അതിനൊരു നിമിത്തമാണെങ്കിലും എൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ടാക്കുക എന്നുള്ളത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കൂല. അതിനാണ്, സന്തോഷം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനാണ് എന്നെ സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിലേക്ക് വിട്ടത്. സന്തോഷമാണ് എൻ്റെ മനസ്സിന്റെ മുഖമുദ്ര. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടാവാൻ പോവുക എന്നിങ്ങനെയുള്ളൊരു അവയർനെസ് നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ സന്തോഷത്തെ സ്നേഹിക്കാൻ തുടങ്ങും. പിന്നെ നമ്മളെ ആരെന്ത് പറഞ്ഞാലും, ഏത് രൂപത്തിൽ നമ്മളോട് പെരുമാറിയാലും, ആരൊക്കെ നമ്മളെ തളർത്താൻ ശ്രമിച്ചാലും നമ്മൾ തളരൂല. തളർത്തുന്നോല് തളർത്തി മതിയാവും എന്നുള്ളതല്ലാതെ നമ്മൾ ഇവരുടെയൊക്കെ മുന്നിൽ നല്ല സൂര്യകാന്തിയൊക്കെ വിടരുന്നത് പോലെ വിടർന്ന് ശോഭിച്ചു നിൽക്കും. അപ്പൊ നമ്മളെ ഒരുപാട് കുറ്റപ്പെടുത്തിയ, നമ്മൾ തളർന്ന് കാണണമെന്ന് ആഗ്രഹിച്ച വ്യക്തികൾ നമ്മളോട് പറയും, നീ ഇത്രയും പവർഫുൾ ആണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, നീയൊന്നും ഞങ്ങളുടെ ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ച് എത്തേണ്ട വ്യക്തിയല്ല, അല്ലെങ്കിൽ നീ ഞങ്ങളുടെ കുടുംബത്തിൽ ജനിക്കേണ്ട വ്യക്തിയല്ല എന്ന് നമ്മളോട് ഇങ്ങോട്ട് പറയാൻ തുടങ്ങും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ആത്മശക്തി നൽകിക്കൊണ്ടാണ് എന്നെയും നിങ്ങളെയും പ്രപഞ്ച സൃഷ്ടാവ് ഈ ഭൂമിയിലേക്ക് വിട്ടത്. പക്ഷെ നമ്മൾ ഒരുപാട് നിരാശയിലും ദുഃഖത്തിലും പ്രശ്നത്തിലും ജീവിക്കുന്നത് കാരണം നമ്മുടെ ഉള്ളിലുള്ള ആ രത്നത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതിന് സൃഷ്ടാവാണോ പ്രതി? അതിന് സൃഷ്ടാവാണോ നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് ഈ അനുഗ്രഹീത ജന്മം നൽകിക്കൊണ്ട് എല്ലാം ഒരുക്കിയിട്ട് നമ്മൾ ഭൂമിയിലേക്ക് വന്ന സമയത്ത് ശരിയായ ഒരു ആകാശമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ മനുഷ്യരാരും പിന്നെ അതിലൊന്നും ചെയ്യാൻ പോവേണ്ടി വന്നില്ല. അതുപോലെ ഇന്ന് വരെ ഒരു സെക്കൻഡ് പോലും ശ്വസിക്കാൻ കഴിയാതെ നമ്മൾ കണ്ണ് തുർത്തി ഒരു പ്രയാസങ്ങൾ സഹിക്കേണ്ട ഒരു അവസ്ഥ ഒരു മനുഷ്യനും ഭൂമിയിൽ വന്നിട്ടില്ല. ഈ സൃഷ്ടാവെല്ലാം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. വെള്ളം, വായു, വെളിച്ചം, ഭക്ഷണ പദാർത്ഥങ്ങൾ, വസ്ത്രം, മനുഷ്യന് വേണ്ടതൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മാത്രം, എന്നാൽ പക്ഷികളും മൃഗങ്ങളും ഒക്കെ അവരുടെ ലൈഫിനെ ആസ്വദിച്ചാണ് ജീവിക്കുന്നത്. മനുഷ്യർ മാത്രം എന്തുകൊണ്ടോ ഇത്രയും അവരെക്കാളൊക്കെ അപേക്ഷിച്ച്, പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഭയങ്കര സന്തോഷത്തിൽ ജീവിക്കേണ്ട മനുഷ്യൻ എന്ന ജീവി മാത്രം ഒരുപാട് രോഗങ്ങളിലൂടെയും കഷ്ടപ്പാടിലൂടെയും സാമ്പത്തിക പ്രയാസത്തിലൂടെയും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട് സ്വന്തം ജീവിതത്തിന്റെ മധുരം ആസ്വദിക്കാൻ കഴിയാതെ, ഈ ഷുഗറൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് ഉണ്ടാവുന്നത്? ഷുഗർ, പ്രഷർ, എല്ലാവിധ രോഗങ്ങളും എന്തുകൊണ്ടാണ് നമുക്ക് ഉണ്ടാവുന്നത്? പടച്ചോൻ രോഗത്തിന് വേണ്ടി മാത്രം ഒരു 60 വയസ്സ് വരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുക, എന്നിട്ട് ഒരു 55, 60 അല്ലെ 40, 45, 30, 35 ഈ വയസ്സ് വരെ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുക, എന്നിട്ട് മുഴുവനും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ അക്കൗണ്ടിലേക്ക് പാസ് ചെയ്യുക. ഒരുപാട് ടെസ്റ്റുകൾ, ഒരുപാട് രോഗങ്ങൾ, ഓപ്പറേഷനുകൾ, ഇതിനു വേണ്ടി മാത്രമാണോ നമ്മളെ ഭൂമിക്ക് വിട്ടത്? അതൊക്കെ എന്തുകൊണ്ടാണ് നമ്മളെ ലൈഫിൽ സംഭവിക്കുന്നത്? ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും ശരിക്ക്? എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും അനുഗ്രഹീത ജന്മം ലഭിച്ചിട്ട് ഇത്രയും പ്രകൃതിയിലെല്ലാം ഒരുക്കിക്കൊണ്ട് നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടിട്ട്? പണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പണം ശരിക്കും ഒരു എനർജിയാണ്. ആരാണോ തീവ്രമായി ആഗ്രഹിക്കുന്നത് അവരിലേക്ക് ഒഴുകാനുള്ള ഒരു ശക്തിയാണ്, ഒരു എനർജിയാണ് പണം എന്നുള്ളത്. അതിന് നമ്മളെ മനസ്സിൽ മുഴുവൻ നെഗറ്റീവ് ചിന്തകളുമായിട്ട് മുന്നോട്ട് പോകും.
അതെനിക്ക് കിട്ടൂല, അതെനിക്ക് കിട്ടാൻ യാതൊരു സാധ്യതയില്ല, അതൊക്കെ പണക്കാർക്ക്, പാരൻസിന് പണമുണ്ടെങ്കിൽ മക്കൾക്ക് ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഒരുപാട് തിയറികളാണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ചൂഷണം ചെയ്തിട്ടാണ് നമുക്ക് പണമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ചിന്ത പണമില്ലല്ലോ, പണമില്ലല്ലോ, മക്കളെ കെട്ടിക്കാനായി, അല്ലെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അല്ലെങ്കിൽ വീടുണ്ടാക്കണം, മറ്റുള്ളവർ വാങ്ങിയതുപോലുള്ള വാഹനങ്ങൾ വാങ്ങണം, ഇതിനൊന്നുമുള്ള പണം എനിക്കില്ലല്ലോ എന്ന് ചിന്തിച്ച് ചിന്തിച്ച് ഉള്ള പണവും നമ്മളിലേക്ക് ഒഴുകാതെ അവിടെ ബ്ലോക്കാക്കി നിർത്തുക. എന്നിട്ട് എനിക്ക് പണമല്ല, ഇന്നെ ആരെങ്കിലും സഹായിക്കണം, എനിക്ക് ആരെങ്കിലും തന്നാണ്, എൻ്റെ ഭാര്യൻ്റെ വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുവരായിട്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, അല്ലെങ്കിൽ ഓരോ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തും സാമ്പത്തികമായിട്ടൊക്കെ പ്രയാസം അനുഭവിക്കുമ്പോൾ. നമ്മുടെ ഉള്ളിൽ തന്നെ മനസ്സിൽ നമ്മൾ എന്തെല്ലാം ക്രിയേറ്റ് ചെയ്തുവോ, നമ്മൾ നിറച്ചത് മുഴുവനും നിരാശയും ദുഃഖവും സങ്കടവും ആയതുകൊണ്ട് രോഗങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് ഉള്ള പണം മുഴുവനും ആശുപത്രികളിലേക്ക് കൊടുത്തുകൊണ്ട് ജീവിതം കൂടുതൽ കൂടുതൽ ദുഃഖകരവും നിരാശയും സങ്കടവും നിറഞ്ഞ ഒരു അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിലുള്ള ജനങ്ങളെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക. എന്തുകൊണ്ട് നമ്മൾ മാറി ചിന്തിക്കുന്നില്ല? ഈ അവസ്ഥയിൽ നമ്മുടെ ജീവിതം എത്തിച്ചതുപോലെ മറുഭാഗമുണ്ട്, സന്തോഷം, സമാധാനം, ഐശ്വര്യം, ഈ ഒരു ഭാഗമുണ്ട്. എന്തുകൊണ്ട് നമുക്ക് അവിടേക്ക് എത്താൻ പറ്റുന്നില്ല? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ശരിക്കും നമ്മുടെ മനസ്സിന്റെ സ്ഥായിയായ ഭാവം സന്തോഷമാക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളാണ് സംഭവിക്കുക. ഇപ്പൊ എൻ്റെ ആ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തർ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഫീൽ ചെയ്യുക. കാരണം ആ ഇമോഷൻസ് പോക്കുന്നതിലൂടെ നല്ലൊരു സന്തോഷമുള്ളൊരവസ്ഥയിലേക്കാണ് ഇത്തരം വ്യക്തികളൊക്കെ എത്തിപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ ദുഃഖങ്ങളിലൂടെ, നിരാശയിലൂടെ, സാമ്പത്തിക പ്രയാസത്തിലൂടെ പോവേണ്ട കാരണം? ഇത്തരം ഒരു അറിവ് നമുക്ക് എവിടുന്നും കിട്ടുന്നില്ല. നമ്മൾ ഒരുപാട് വേദഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യുന്നുണ്ട്, ഒരുപാട് ആരാധനാ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ എനർജിയെ പോസിറ്റീവ് ആക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അവിടെയാണ് അണ്ടർലൈൻ കൊടുക്കേണ്ടത്. നമ്മുടെ എനർജി പോസിറ്റീവ് ആണോ എങ്കിൽ നമുക്ക് സന്തോഷമുണ്ടാവും. നമ്മുടെ എനർജി നെഗറ്റീവ് ആണോ എങ്കിൽ നമുക്ക് ദുഃഖങ്ങളും നിരാശയും സാമ്പത്തിക പ്രയാസവും കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ടാവും. ശരിക്ക് എത്രമാത്രം അനുഗ്രഹീതമായൊരു ജീവിതമാണ് നമുക്കൊക്കെ ലഭിച്ചതെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം എല്ലാം നമ്മുടെ കഴിവിനെ കണ്ടെത്തി ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതൊന്നുമല്ല ചിന്ത. ചിന്ത മൊത്തം എന്നെ ചെയ്തതും, എന്നോട് മോശമായി പെരുമാറിയതും, എന്നെ കുറ്റപ്പെടുത്തിയതും സങ്കടപ്പെടുത്തിയതുമായിട്ടുള്ള ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കാരണം നമ്മൾ അറിയാതെ ഈ ദുഃഖവും നിരാശയും സങ്കടവും സ്വീകരിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തെ തകർന്ന് തരിപ്പണാക്കുക. ശരിക്കും ലാവിഷായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട വീട്, ഇഷ്ടപ്പെട്ട വാഹനം എല്ലാം സ്വീകരിക്കാനുള്ള, എല്ലാം കിട്ടുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥ നമ്മുടെ മനസ്സിനെ മാറ്റിയാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മനസ്സെന്ന് പറഞ്ഞാൽ അത്രയും പവർഫുള്ളായ ഒരു എനർജിയാണ് നമുക്ക് സൃഷ്ടാവ് തന്നത്. പക്ഷെ നമ്മൾ ചുറ്റുപാടിൽ നിന്ന് മനസ്സിലാക്കിയത് മുഴുവനും നെഗറ്റീവ് കാര്യങ്ങളാണ്. നമ്മുടെ മനസ്സിന്റെ സ്ഥായിയായ അവസ്ഥ പണമുണ്ട്. നമ്മുടെ മനസ്സിൽ പണം ഉണ്ടാവുമ്പോഴേ നമുക്ക് പണം നമ്മളിലേക്ക് അത് എനർജി ഒഴുകുള്ളൂ. നമ്മുടെ മനസ്സിൽ മുഴുവനും പണവുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളാണെങ്കിൽ, കുറേ ചിന്തകളാണെങ്കിൽ, നെഗറ്റീവ് ചിന്തകളാണെങ്കിൽ നമ്മളിലേക്ക് പണം ഒഴുകൂല. അത് ബ്ലോക്കായിട്ട് മണി ബ്ലോക്ക് എന്ന ഒരു അവസ്ഥയിൽ ചിലപ്പോൾ കുട്ടിക്കാലം മുതൽക്കായിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവല്, ഈ മണി ബ്ലോക്ക്. അല്ലെങ്കിൽ ടീനേജ് പ്രായത്തിലോ ടൂറ് പോവാനോ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമ്മൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷിതാക്കളുടെ പ്രതികരണത്തിലൂടെ ആയിരിക്കും നമുക്കിതൊക്കെ സംഭവിച്ചത്. എന്നിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞു തരാം. നമുക്ക് ഒന്നാമത് സാമ്പത്തിക വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുന്നില്ല. എത്ര വർഷം നമ്മൾ വിദ്യാഭ്യാസം നേടിയാലും സാമ്പത്തിക വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുന്നില്ല. അതുപോലെ നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ കാത്തു സൂക്ഷിക്കാം എന്നുള്ള ഈ രണ്ട് വിദ്യാഭ്യാസമാണ് ശരിക്കും ഒരു മനുഷ്യന് കിട്ടേണ്ടത്. എനർജി ബേസിലുള്ള വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ രൂപത്തിൽ മനുഷ്യർ
ദുഃഖങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളുമായിക്കൊണ്ട് രോഗങ്ങളിലൂടെ ഒരുപാട് രോഗങ്ങളാണ് ഉള്ള ആളുകൾക്കുള്ളത്. മേലുവേദനയോ കാലുവേദനയും തലവേദനയും ഇല്ലാത്ത, അലർജികളില്ലാത്ത ആളുകൾ കുറവാണ്. പാരൻസ് തന്നെ മക്കൾക്ക് മാതൃകാ രൂപത്തിൽ ജീവിക്കേണ്ട പാരൻസ് തന്നെ മൂക്ക് നൊലിച്ചുകൊണ്ടും തലവേദനയായി കിടന്നുകൊണ്ടും അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് കിടക്കുന്നതായിട്ടും ആക്സിഡന്റ് ആയി കിടക്കുന്നതായിട്ടും ഒക്കെ നമ്മൾ മാതൃക കാട്ടിക്കൊടുക്കുന്നത്. ഈ ആക്സിഡന്റുകളൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മുടെ എനർജി നെഗറ്റീവായിട്ടാണ്. നമ്മുടെ എനർജി നെഗറ്റീവ് ആവുമ്പം നെഗറ്റീവിലേക്ക് ഇങ്ങനെ അട്രാക്ഷൻ സംഭവിക്കും. നമ്മുടെ എനർജി പോസിറ്റീവ് ആവുമ്പോൾ പോസിറ്റീവിലേക്ക് ഇങ്ങനെ അട്രാക്ഷൻ സംഭവിക്കും. അതുകൊണ്ടാണ് സന്തോഷത്തിന് വളരെ പ്രാധാന്യം ഉണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ കാരണം. ശരിക്കും നമ്മളെ ബ്രെയിനിൽ നാച്ചുറലി നമുക്ക് സന്തോഷം നിലനിൽക്കുന്നതിന് വേണ്ട 4 ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ചിന്തകൾ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് 4ഉം ഉണ്ടാവുന്നത്. എൻഡോർഫിൻ, ഡോപ്പമിൻ, സെറാട്ടോണിൻ, ഓക്സിറ്റോസിൻ, ഇങ്ങനെ 4 ഹോർമോൺസ് ആണ് സന്തോഷത്തിൻ്റെത്. ഇത് നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ്, നമ്മൾ നമ്മളെ സ്നേഹിക്കുക, നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ 4 ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഒന്നുകൂടി പറഞ്ഞുതരാം. സ്വന്തത്തെ സ്നേഹിക്കുക, നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. നമുക്കൊന്നും ഇങ്ങനെ ഒരു സംസ്കാരം തന്നെയല്ല, നന്ദി പറയുക എന്നുള്ളൊരു സംസ്കാരമേ നമുക്ക് ലഭിച്ചിട്ടില്ല. അതുപോലെ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ നമ്മൾ നിരുപാധികം പുറത്തു കൊടുക്കുക. എന്തുകൊണ്ടോ നമ്മുടെ രക്ഷിതാക്കളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നൊക്കെ അവരോട് മിണ്ടണ്ട, ഇവരോട് മിണ്ടണ്ട, അവിടേക്ക് പോവണ്ട, ഇവിടേക്ക് പോവണ്ട എന്നാണ് നമ്മൾ കേട്ട് വളർന്നു പോയത് അറിയാതെ. അങ്ങനെ നമ്മൾ അറിയാതെയാണ് നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരോടുള്ള ഈ വിദ്വേഷവും പകയും അസൂയയും കുശുമ്പും ഒക്കെ വളർന്നത്. ഇതൊക്കെ നമ്മുടെ സന്തോഷത്തെ കെടുത്തിക്കൊണ്ട്, നമ്മുടെ സന്തോഷത്തെ അസ്തമിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതിയാണ് നമ്മളിൽ അറിയാതെ ഉണ്ടാവുക. അപ്പൊ ഈ എൻഡോർഫിൻ എന്നുള്ള ഹോർമോൺസ് എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ, നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ, രാവിലെയൊക്കെ നമ്മുടെ ബോഡിക്ക് വ്യായാമം കൊടുക്കുമ്പോൾ നമ്മളിൽ എൻഡോർഫിൻ എന്ന ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കും. പിന്നെ അതുപോലെ മെഡിറ്റേഷൻ, തെറാപ്പികൾ, EFT, ഇമോഷൻ ഫ്രീഡം ടെക്നിക്ക് തുടങ്ങിയവയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളിൽ എൻഡോർഫിൻ എന്ന ഹോർമോൺസ് ആണ് ഉൽപ്പാദിപ്പിക്കുക. ഈ ഡോപ്പമിൻ എന്നുള്ളത്, ആ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ അഭാവമാണ് നമുക്ക് വിറയൽ സംഭവിക്കുന്നത്. ഈ ഹോർമോൺസ് എപ്പോഴാണ് ഉൽപ്പാദിപ്പിക്കുക എന്ന് ചോദിച്ചാൽ, പരസ്പരം അംഗീകരിക്കുമ്പോൾ, ഭാര്യ ഭർത്താവിനെ, രക്ഷിതാക്കൾ മക്കളെ, മക്കൾ രക്ഷിതാക്കളെ, സഹോദരങ്ങൾ പരസ്പരം അംഗീകരിക്കുമ്പോൾ, അതുപോലെ അഭിനന്ദിക്കുമ്പോൾ എന്തുൽപ്പാദിപ്പിക്കും? ഈ ഡോപ്പമിൻ എന്ന ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കും. എത്രയോ ഖുർആനും രാമായണവും ഭഗവത്ഗീതയും രാമായണവും അതുപോലെ ബൈബിളും ഒക്കെ പാരായണം ചെയ്യുന്ന നമ്മൾ ഇത്തരം അറിവുകൾ ആരും പറഞ്ഞു തന്നിട്ടില്ല. കാരണം രാവിലെ എണീച്ച് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ഭാര്യനോട് പറയും ഒരു ഗ്ലാസ് ചായ എടുക്കാൻ, അല്ലെങ്കിൽ ഭർത്താവിന്റെ പേരൻസ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും എന്തെങ്കിലും ഫുഡുകൾ. ഈ സ്ത്രീ എത്രയോ പ്രയാസപ്പെട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. ഒരു വാക്ക് പോലും ഈ ഉണ്ടാക്കിയത് നന്നായിട്ടോ, വളരെ ഉപകാരമായിട്ടോ, നിനക്ക് നിന്റെ പാചകം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, എത്ര ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുത്താലും ഒന്നും പറയൂല. പറയലോ, ഒരു പിഴവ് വന്നാൽ നന്നായിട്ട് പറയും. APJ അബ്ദുൽ കലാമിന്റെ ഒക്കെ ഒരു സഹോദരൻ APJ അബ്ദുൽ കലാമിന്റെ ഒക്കെ ഒരു വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഒരു ചപ്പാത്തിയൊക്കെ കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ പിതാവ് നടത്തിയ സമീപനം, ഈ കുട്ടി അത് കണ്ടാണ് വളരുന്നത്. അപ്പോൾ ഒരുപാട് കുറ്റങ്ങൾ ഉണ്ടായിട്ടും ആ കുറ്റങ്ങളൊന്നും കാണാതെ ഇത്രയും ത്യാഗം സഹിച്ചിട്ടാണ് നിന്റെ ഉമ്മ ഉണ്ടാക്കുന്നത് എന്നുള്ള ആ കഷ്ടപ്പാടിന്റെ വേദനയാണ് മക്കളെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മളൊക്കെ എന്താ മാതൃക കാട്ടിക്കൊടുക്കല്? ഒരു എന്തെങ്കിലും ഒരു ഇഷ്ടക്കേടുകളോ ഒരു ഉപ്പോ മുളകോ എന്തെങ്കിലും ഏറിയിട്ടുണ്ടെങ്കിൽ ആ പാത്രം അടുത്ത വീട്ടിലായിരിക്കും ചിലപ്പോൾ വന്ന് വീഴല്.
അത്രയും നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് ദേഷ്യം വരും. എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇങ്ങനെ ദേഷ്യക്കാരായി പോയത്? ഇത്തരം ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ട്. നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെ ഒരു ബിരിയാണി വെക്കുകയാണെങ്കിൽ, എല്ലാ ചേരുവകളും ചേരുമ്പോഴാണ് അത് ടേസ്റ്റ്ഫുൾ ആവല്. അതുപോലെ നമ്മുടെ കുടുംബം എന്ന സ്ഥാപനം നല്ല നിലയിൽ ഇത്തരം സന്തോഷം ഓരോ കുടുംബങ്ങളിലും നിലനിൽക്കണമെങ്കിൽ ഇത്തരം ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുവാനുള്ള, ഇത്തരം ഹോർമോൺസ് ഓരോ ശരീരത്തിലും ഉണ്ടാക്കുവാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് മതി നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ. നമ്മൾ ചെയ്യുന്ന ആരാധനകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ, ഞാൻ കാരണം എൻ്റെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഈ ഹോർമോൺസുകളൊന്നും പ്രൊഡ്യൂസ് ചെയ്യാതെ, നെഗറ്റീവ് ഹോർമോൺസ് ആണ് ഞാൻ എൻ്റെ സ്വഭാവം കാരണം ആ വ്യക്തിയുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ, എന്താ പിന്നെ നമ്മളെ ആരാധനകൾക്കൊക്കെ എവിടെ സ്ഥാനമുള്ളത്? നമ്മൾ കാരണം ഒരുപാട് ഭാവിയുള്ള, ഒരുപാട് കഴിവുകൾ നൽകിക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഓരോ കുഞ്ഞുങ്ങളും നമ്മുടെ നാവ് ഉപയോഗിക്കുന്നത് ശരിയാവാത്തത് കാരണം അവരുടെ ഭാവി കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു തലമുറനെയാണ് നമ്മൾ കരയിപ്പിക്കുന്നത്. ഇതൊക്കെ ഓരോരുത്തരും, നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ തയ്യാറാവണം. അപ്പൊ ഡോപ്പമിൻ എന്ന ഹോർമോൺസ് ഓരോ വീടിന്റെയും അടുക്കളയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സ്വഭാവം നല്ലതാണെങ്കിൽ, നമ്മുടെ പെരുമാറ്റം നല്ലതാണെങ്കിൽ, നമ്മുടെ ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും ഒക്കെ അംഗീകരിക്കുവാനും അഭിനന്ദിക്കുവാനും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡുള്ളവർ ഇത് ചെയ്യും. നന്ദി പറയുന്ന മനസ്സിനെ ക്രിയേറ്റ് ചെയ്തവർ ഇത് ചെയ്യും. അവർക്ക് ആരവരോട് മോശമായി പെരുമാറിയാലും, ആരെത്ര വേദനിപ്പിച്ചാലും അവരിലുള്ള നന്മകൾ മാത്രമേ ഇങ്ങനെയുള്ള ആളുകൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പോസിറ്റീവിന്, സന്തോഷത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഡോപ്പമിൻ എന്ന ഹോർമോൺസ്, അപ്പോൾ ഈ വിറയൽ പോലെയുള്ള ഒരുപാട് ഇങ്ങനത്തെയൊക്കെ അസുഖങ്ങളിലൂടെ പോകുന്ന ആളുകളെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ജീവിതത്തിൽ സന്തോഷം എന്നുള്ളത്, ഡോപ്പമിൻ എന്ന ഹോർമോൺസ് ആ വ്യക്തിയുടെ ബോഡിയിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ആ വ്യക്തിയോട് പെരുമാറിയ ആളുകൾ അവർക്ക് സന്തോഷം നൽകുന്നതിന് പകരം ഒരുപാട് ദുഃഖങ്ങളും നിരാശകളും കുറ്റപ്പെടുത്തലുകളും ഇതൊക്കെയാണ് ലഭിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ മറ്റൊരു ഹോർമോണാണ് സെറാട്ടോണിൻ. ഇത് മറ്റുള്ളവർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴാണ് ഇത് ഉൽപ്പാദിപ്പിക്കുക. ആ സമയത്ത് നമുക്കൊരു ഫീലിങ്സ് വരും. പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന നമ്മുടെ ചുറ്റിലുമുള്ള ആളുകൾക്ക്, ചിലപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും വാർദ്ധക്യമൊക്കെ എത്തിയ ആളുകൾ. ഈ വാട്സപ്പിലും ഇതിലൊക്കെ തോണ്ടുന്ന സമയത്ത് അവരെയൊക്കെ മറന്നിട്ടാണ് ഒരുപാട് ആളുകൾ ജീവിക്കുന്നത്. അപ്പോൾ പേരൻസിനെയൊക്കെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു തലവേദനയായിട്ടാണ് ഇന്ന് സമൂഹം കാണുന്നത്. കഴിവിന്റെ പരമാവധി അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ട്, എനിക്ക് അർഹതപ്പെട്ടതല്ല എൻ്റെ പേരൻസ്, മറ്റ് അനിയൻ അല്ലെ ജ്യേഷ്ഠൻ അല്ലെ സഹോദരിമാര്, ഇങ്ങനെയുള്ളൊരു തോട്ടിലേക്ക് നമ്മളൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കടമയാണ് വാർദ്ധക്യം എത്തിയിട്ടുള്ള ആര് തന്നെ നമ്മുടെ ചുറ്റിലുമുണ്ടെങ്കിലും, നമ്മുടെ പേരൻസ് ആയിക്കൊള്ളണമെന്നില്ല, ആരാണെങ്കിലും എന്തെങ്കിലും വിഷയം തൊട്ട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് സപ്പോർട്ട് ചെയ്താൽ, ആ വ്യക്തിക്ക് നമ്മൾ വല്ലതും ചെയ്തു കൊടുത്താൽ ഒരുപാട് അനുഗ്രഹമുള്ള ഒരു ലൈഫാണ് ഉണ്ടാവുക. എനിക്ക് അനുഭവമുണ്ട് അങ്ങനെ ഒരു കേസ്. നന്നായി പ്രയാസപ്പെടുന്ന ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ എനിക്ക് നല്ലൊരു തണല് നൽകിയ ഒരു കുടുംബം. അവരന്ന് പാവപ്പെട്ട അവസ്ഥയായിരുന്നു. ചെറിയൊരു വീടും ഒരു മാർഗവുമില്ലാത്ത ഒരു അവസ്ഥയിലാണ് അവർ എനിക്ക് അന്ന് ഒരു നല്ല കെയറിങ് തന്നിരുന്നത്. ഇന്ന് അവർ ഒരുപാട് ഉയരങ്ങളിലെത്തി. വലിയ കാറൊക്കെയാണ് ഇപ്പം മുറ്റത്തുള്ളത്. വീടൊക്കെ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റി നല്ലൊരു പണക്കാരാണ് എന്നുള്ള ഒരൊറ്റ നോട്ടത്തിൽ തോന്നുന്ന രൂപത്തിലേക്ക് അവർ ഉയർന്നു. നന്മകൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കും. എന്തുകൊണ്ടോ നമ്മളിങ്ങനെ തോണ്ടി 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 മറ്റുള്ളവരുടെ യാതൊരു ചിന്തയും ഇല്ലാതെ എല്ലാം ഭാരമായിക്കൊണ്ട്, ഇനി ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും ഒക്കെ ഒരു ഭാരമായി ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ, സ്വാർത്ഥത ഉള്ളിലേക്ക്, സ്വാർത്ഥമായ ചിന്താഗതികളായിപ്പോയി. ഇതിൻ്റെയൊക്കെ കാരണം ഞാനും മൊബൈലും എന്ന ഒരു ചിന്തയാണല്ലോ ഇപ്പം എല്ലാവർക്കും ഉള്ളത്. കാരണം പണ്ടൊക്കെ പറയലുണ്ടായിനി, ഞാനും എൻ്റെ കെട്ടിയോളും ഒരു തട്ടാനും മതി ഭൂമിയിൽ നിന്നും.
പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു, പ്രായം ചെന്ന ആളുകൾ പറയുന്നത് കേൾക്കാം. പക്ഷെ ഇന്ന് ആ സ്ഥാനത്ത് ആരും വേണ്ട, ഞാനും മൊബൈലും മാത്രം മതി എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സന്തോഷങ്ങളൊക്കെ അസ്തമിച്ചു പോയ ഒരു അവസ്ഥയിൽ, എങ്ങനെ ചിന്തിച്ചിട്ടും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്. ഇനി അടുത്തതാണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ 2 രൂപത്തിലുണ്ടാവും. ഒന്ന്, നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ, നമ്മുടെ മുന്നിൽ പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാൻ അർഹതപ്പെട്ടവർക്കോ വിദ്യാഭ്യാസ ആവശ്യത്തിനോ, ഇപ്പോൾ ഫീസൊന്നും അടക്കാൻ ഇല്ലാതെ ആരെങ്കിലും പഠനം മുന്നോട്ട് പോകാൻ കഴിയാതെ ഇങ്ങനെയൊക്കെ പ്രയാസം സഹിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടെത്തി അവർക്കൊക്കെ വല്ലതും കൊടുക്കുമ്പോൾ അവരുടെ ആ സന്തോഷമാണ് നമുക്ക് സന്തോഷമായിട്ട് തിരിച്ചു കിട്ടുക. കൊടുക്കുന്ന സന്ദർഭത്തിൽ, കാരണം നമ്മളൊക്കെ അറിയാതെ, നമ്മളെ അറിവില്ലായ്മ കാരണം നമ്മളൊക്കെ ഉള്ളിലേക്ക് സ്വീകരിച്ചു പോയത് മറ്റുള്ളവർക്ക് കിട്ടണം, എൻ്റെ അമ്മൻ്റെ ഉപ്പൻ്റെ എനിക്ക് കിട്ടണം, അല്ലെ എൻ്റെ സഹോദരനെ എനിക്ക് കിട്ടണം, അനന്തര സ്വത്ത് ഓരി വെക്കുമ്പോൾ എനിക്ക് വലിയ നല്ലൊരു ഭാഗം എനിക്ക് കിട്ടണം. ഇതാണ് നമ്മൾ അറിയാതെ നമ്മളെ ഉള്ളിലേക്ക് എനർജിയിലേക്ക് പോയിട്ടുള്ള കാര്യങ്ങൾ. ഇതിന് പകരം എനിക്ക് കൊടുക്കണം, എൻ്റെ പേരൻസിന് കൊടുക്കണം, എൻ്റെ സഹോദരങ്ങൾക്ക് കൊടുക്കണം, ഇങ്ങനെയുള്ളൊരു ചിന്താഗതി വെച്ച് പുലർത്തുകയാണെങ്കിൽ ഈ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺസ് നമ്മുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ, അതുപോലെ മനുഷ്യൻ എന്ന ജീവി സാമൂഹ്യ ജീവിയാണ്. മറ്റുള്ളവരുമായിട്ട് പെരുമാറുമ്പോൾ ഈ സന്തോഷം നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയണം. ഈ മറ്റുള്ളവരുമായിട്ട് പെരുമാറുന്ന സന്ദർഭത്തിൽ നമുക്ക് ഏത് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും? സന്തോഷത്തിന്റെ ഹോർമോൺസ്. അതുകൊണ്ടാണ് 75 വർഷം അമേരിക്കയിൽ പഠനം നടത്തിയപ്പം നമുക്ക് സന്തോഷമുണ്ടാവുന്ന ഒരു ഘടകം റിലേഷൻഷിപ്പാണ് എന്ന് കണ്ടെത്തിയത്. 100 കുടുംബങ്ങളിൽ പഠനം നടത്തിയിട്ടാണ് അവർ ഈ വിവരം സമൂഹത്തിന് പകർന്നു കൊടുത്തത്. ഇന്നൊക്കെ ബന്ധങ്ങളുടെ അവസ്ഥ എന്താണ്? ഏത് കുടുംബങ്ങളാണ് നല്ലൊരു സ്നേഹമുള്ള അന്തരീക്ഷത്തിലൂടെ മുന്നോട്ട് പോകുന്നത്? അവർക്ക് സന്തോഷമുണ്ട്, ബർക്കത്തുണ്ട്, ഐശ്വര്യമുണ്ട്. ഇങ്ങനെ പോകുന്ന കുടുംബങ്ങൾക്ക്. അല്ലാത്തവർക്കോ രോഗങ്ങളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളുമുണ്ട്. ഞെട്ടിപ്പിക്കുന്ന രൂപത്തിലാണ് ഇന്നൊക്കെ ഓരോ കുടുംബങ്ങളുടെ ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ പരസ്പരം ഉള്ള അവസ്ഥകൾ നമുക്ക് മനസ്സിലാവാം. ഇവരൊക്കെ പള്ളിയിലേക്കും അമ്പലത്തേക്കൊക്കെ ഓടുന്നത് കണ്ടാൽ നമുക്ക് ചിരി വരും. സ്വന്തം സഹോദരനോട് മിണ്ടാനോ ഒരു കോള് ചെയ്യാനോ, സ്വന്തം ഉമ്മയെയും ഉപ്പയെയും അല്ലെ അച്ഛനെയും അമ്മയെയും ഒരു കോള് വിളിക്കാൻ വരെ ഇവർക്കൊന്നും സമയമില്ലാതെ, ഒന്ന് പോയി നോക്കാൻ സമയമില്ലാതെയാണ് ഇവരൊക്കെ ഈ ആരാധനാലയങ്ങളിലേക്ക് ഓടുന്നത്. ശരിക്കും ഇവരെയൊക്കെ നോക്കിയതിന് ശേഷം ഓടിയാൽ പോരെ എന്ന് പോലും ചിന്തിക്കാനുള്ളൊരു കഴിവ് നമ്മൾക്കില്ല. ഇതിലൂടെയൊക്കെയാണ് നമ്മൾ ഒരുപാട് സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് ദുഃഖങ്ങളിലൂടെ പോവേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. പൊതുവെ ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ, ഒരുപാട് കൗൺസിലിംഗ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്, 35 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാതെ ഒരു ഫീലിംഗ് വരും, ഞാൻ ഒറ്റയാണ്, എനിക്ക് എന്നെ നോക്കാനോ എനിക്ക് കെയറിങ് തരാനോ ആരുമില്ല, ഞാൻ ഒറ്റക്കാണ്, എനിക്കാരുമില്ല എന്നുള്ളൊരു തോട്ട് നമ്മുടെ ഉള്ളിൽ അറിയാതെ ഉണ്ടാവാൻ തുടങ്ങും. അവിടെ നിന്നാണ് നമ്മുടെ രോഗത്തിന്റെ സ്റ്റാർട്ടിങ്. ആ ഒരു ചിന്തയിൽ നിന്നാണ്, എനിക്കാരുമില്ല, ഞാൻ ഒറ്റയാണ് എന്നുള്ള തോന്നൽ നമുക്കുണ്ടെങ്കിൽ ഉടനെ നമ്മൾ പോസിറ്റീവ് ചിന്തകൾ കൊടുത്തുകൊണ്ട് ആ മനസ്സിനെ മാറ്റിയെടുക്കാൻ കഴിയണം. അല്ലെങ്കിൽ നമ്മുടെ ഭാവി വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോവുക. പിന്നെ ഓപ്പറേഷത്തിന് ഡേറ്റ് കാണിരും, മുഴകളായിട്ടും പലതും നമ്മുടെ ശരീരത്തിൽ വളരാൻ തുടങ്ങും. ഞാൻ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാട്ടോ ഇത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള സന്തോഷത്തെ കണ്ടെത്താൻ നമുക്ക് കഴിയണം. ഈ രൂപത്തിലൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള സന്തോഷങ്ങളെ കണ്ടെത്താൻ കഴിയും. ഈ 4 ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ ഭാവം, സ്ഥായിയായ ഭാവം, സന്തോഷവും സമാധാനവും ഉണ്ടാവാനാണ്. ഈ 4 പ്രവൃത്തികൾ, ഈ 4 രൂപത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എങ്കിൽ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവും. സ്ഥായിയായ മനസ്സിന്റെ ഭാവം സന്തോഷമായി മാറും. പിന്നെ നമുക്കിങ്ങനെ അസ്വസ്ഥപ്പെടുത്തുന്ന
ദുഃഖമുണ്ടാവുന്ന, നിരാശയുണ്ടാവുന്ന, പ്രതീക്ഷയില്ലാത്ത ചിന്തകളൊന്നും നമുക്ക് വരൂല. അതൊക്കെ വരുന്നത്, സംശയം കലർന്ന പല ചിന്തകളും നമുക്ക് വരുന്നത് ഈ ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. എന്നാൽ നമ്മൾ നിരാശയും ദുഃഖവും സങ്കടവുമാണ് നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ഹോർമോൺസും ഉണ്ടാവും. അഡ്രിനാലിനും കോർട്ടിസോളും ആണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാവല്. ഇത് രണ്ടും ഉൽപ്പാദിപ്പിക്കാൻ രണ്ട് സന്ദർഭങ്ങളുണ്ട്. അപ്പൊ അതിലേക്കൊന്നും ഞാൻ വിശദമായി പോകുന്നില്ല. അപ്പൊ നമ്മൾ നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചിന്തകൾ നന്നായാൽ, പ്രവൃത്തികൾ നന്നായാൽ, മനസ്സ് നന്നായാൽ, മനസ്സിന് വിശാലതയുണ്ടെങ്കിൽ പോസിറ്റീവ് ഹോർമോൺസ് ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ദുഃഖവും നിരാശയും മനസ്സ് സങ്കുചിതവുമാണെങ്കിൽ, മനസ്സ് ആർക്കും ഒന്നും കൊടുക്കാനും, ആർക്കും നല്ലത് പ്രാർത്ഥിക്കാനും, ആരോടും സഹകരിക്കാനും, ആരെയും സ്നേഹിക്കാനും കഴിയാത്ത ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നതെങ്കിൽ, ആരെയും അഭിനന്ദിക്കാനോ നന്ദി പറയാനോ ഒന്നും കഴിയാത്തൊരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ ജീവിതം പോകുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള അവസ്ഥയും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ഈ വർഷം നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവുമുള്ള വർഷമാക്കി ഈ വർഷത്തെ തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. അതുകൊണ്ട് സന്തോഷത്തിന് വളരെ പ്രാധാന്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ വർഷത്തെ തീർച്ചയായും ഞാൻ സന്തോഷമുള്ള വർഷമാക്കി മാറ്റും. 2025 എൻ്റെ വർഷമാണ്. ഇന്ന് മുതൽക്ക് ഞാൻ തീരുമാനമെടുക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൻ്റെ സ്ഥായിയായ ഭാവം സന്തോഷമാക്കി മാറ്റണം. ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് ആരോഗ്യവും സമ്പത്തും സമാധാനവും ഐശ്വര്യവും ബന്ധങ്ങളുമെല്ലാം ശക്തമാക്കിക്കൊണ്ട് ഐശ്വര്യപൂർണമായിട്ടുള്ള ഓരോ നിമിഷത്തെയും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സൃഷ്ടാവിനെ ഒരുപാട് സ്തുതിച്ചുകൊണ്ട് ആ ഒരു പ്രകാശം നമ്മുടെ മനസ്സിലേക്ക് നിറയുമ്പോൾ, ആ ഒരു സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് നിറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയാൻ കഴിയും. ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത്രയും സന്തോഷമുള്ള അനുഗ്രഹം പൂരിതമായിട്ടുള്ള ഈ ജന്മം നൽകിയതിന് നാഥ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല എന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് ഇങ്ങനെ പറയും. അത്രയും നമ്മൾ ഈ അനുഭവിക്കുന്ന അവസ്ഥകൾക്ക് പകരം ഇങ്ങനെ ഒരു ലോകവും നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളൊരു സത്യം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഞാൻ ഇവിടെ പറയുന്നു. ഇന്ന് നിർത്തുന്നു. ഓക്കെ, എല്ലാവർക്കും ഇതുവരെ എല്ലാവരും ക്ഷമിച്ച് കേട്ടതിന് ഞാൻ ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ നന്ദി പറയുന്നു.